അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമുക്ക് പതിവുള്ളത്, ഇവിടെയുള്ള കാരണവന്മാരോട് ചോദിക്കൂ, കല്യാണത്തിന് മുമ്പൊക്കെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ 2 തരത്തിലുള്ള പാനീയം കൊടുക്കും. ഒന്ന് മധുരമുള്ളത്, ഒന്ന് മധുരമില്ലാത്ത. അല്ലേ? ചില ആൾക്കാർക്ക് മധുരം പറ്റൂല, അപ്പോൾ അതിന് സൗകര്യപ്പെട്ടത്. ചിലർക്ക് മധുരം പറ്റും. 2 ടീമല്ലേ ജനങ്ങൾ മൊത്തമുള്ളത്. മൂന്നാമത്തെ ഒന്നുണ്ടോ ഇടയിൽ കൊടുക്കണേ? ഇല്ല. അതേ നമ്മളെ നാട്ടുകാർക്കുള്ളൂ. ഇപ്പൊ പോയി നോക്കിയാൽ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ പതാക കെട്ടിയമാരാണ് വെള്ളപാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. കളി ഗ്രൗണ്ടിൽ പതാക കണ്ടിട്ടുണ്ടോ? എല്ലാ രാഷ്ട്രങ്ങളുടെയും പതാക അതേപോലെയാണ് ഇപ്പോൾ വെള്ളം വെച്ച്. നീല കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, പിന്നെ ഏത് കളർ പറഞ്ഞ കാപ്പി കളറ്. എന്തിനാ ഇത്? നിങ്ങൾ വിചാരിച്ചതിനൊക്കെ കൂലിട്ടൊന്നും ഒന്നും കിട്ടൂല. അങ്ങനെ ഒരു പൂതി വെച്ചിരിക്കണ്ട, അങ്ങനെ ഇരുന്നോളി, ഒന്നും കിട്ടൂല. പാകത്തിന് മതി, പാകത്തിനാണ് സംഗതി ഉണ്ടാക്കേണ്ടത്. ഭക്ഷണം ഓവറായി ഉണ്ടാക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി, വേറെ ആരുമില്ല, ഒരു സ്വഹാബി ഭക്ഷണം ഉണ്ടാക്കിയൊരു വീട്ടിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും വന്ന് വിളിച്ചു. നബി, എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. തങ്ങളും സ്വഹാബത്തും പോയി കഴിച്ചു. 2ാമത്തെ ദിവസവും അതേ സ്വഹാബി വന്ന് വിളിച്ചു, ഇന്നും ഉണ്ട് ഭക്ഷണം, നിങ്ങളും സ്വഹാബത്തും വരണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവർ പോയിക്കോളിയും. തങ്ങൾ പോയില്ല. 3ാമത്തെ ദിവസം വന്ന് വിളിച്ചപ്പോൾ തങ്ങളെ മറുപടി എന്താണെന്നറിയോ? ആരും പോകരുത്, റിയാഉം വസുന്ന, ഇത് ലോകമാന്യമാണ്, ആവശ്യമില്ലാത്ത പണിയാണ്.